ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഈ പി സിയും കൊണ്ട് ശരിയാക്കാൻ വേണ്ടി പോകണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ കംപ്ലൈന്റ് ഒന്നും ഇല്ല. കുറച്ച് നാൾ സ്ട്രീംസ് ഒക്കെ ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് പേര് ഡൗട്ട് ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ പറ്റിയോന്ന്. ചെറിയൊരു കംപ്ലൈന്റ് ആണ് നമ്മുടെ കൂളറിന്റെ, അതായത് നമ്മുടെ ഈ പ്രൊസസ്സറിന് വരുന്ന കൂളറിന്റെ ഫാൻ നിന്നുപോയി. അപ്പൊ എന്തായാലും അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂളറിന്റെ ഫാൻ ഓൾറെഡി അവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട്. അത് മാറാനാണ് പ്ലാൻ. ആദ്യം നമുക്ക് ഇവനെ ഒന്ന് കെട്ടിക്കൂട്ടി പാക്ക് ആക്കാം. ഈ മൈക്കിൻ്റെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ മൈക്ക് ഇങ്ങനെ അടുത്ത് പിടിച്ച് സംസാരിക്കുമ്പോഴാണ് നല്ല ക്വാളിറ്റി കിട്ടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡ്രസ്സിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ക്വാളിറ്റി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കൈ പിടിച്ച് സംസാരിക്കുന്നത്. നമുക്കിനി വേറുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ ചെയ്യുന്ന പോലെ ഈ പേനയിലും സ്പൂണിലൊക്കെ വെച്ച് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അതുപോലെ എന്തെങ്കിലും പിടിക്കണം. നമുക്കൊരു വെറൈറ്റി ഐറ്റം പിടിക്കണം. വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഇപ്പോൾ ഈ സെറ്റപ്പ് പലർക്കും നമ്മൾ ഈ സ്ട്രീംസിൻ്റെ ക്യാമിലിരിക്കുമ്പം നമ്മൾ ഏത് സെറ്റപ്പിലായിരിക്കുന്നതെന്നുള്ളത് മനസ്സിലാവത്തില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ റൂമൊന്ന് കാണിച്ചു തരാം. ആക്ച്വലി ഇത് ഒരു സ്റ്റെയർ റൂമാണ്. ഇവിടെ ഒരു പാർട്ടീഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ പി സി. നമ്മൾ ഇങ്ങനെ കുറേ ഓപ്പൺഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പല ഐറ്റംസും തുരുമ്പൊക്കെ എടുത്ത് തുടങ്ങി. പിന്നെ പഴയ ഒരു മേശ, ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സെറ്റപ്പ്. എന്തായാലും ഈ ഭാഗത്ത്, ഈ സ്റ്റെയറിൻ്റെ ഭാഗത്ത് ഒരു പാർട്ടീഷൻ ചെയ്ത് അവിടെ ഒരു ഡോറ് വെക്കാനൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ വഴിയെ നടക്കും. ഈ മാസത്തിനുള്ളിൽ നമുക്കിതൊക്കെ സെറ്റാക്കി എടുക്കണം. എല്ലാം ശരിയാവും, എല്ലാം സെറ്റാവും. എന്നാൽ നമുക്ക് വേഗം പോയി പി സിനെ പെട്ടി കയറ്റിയിട്ട് നമുക്ക് നേരെ ഹരിപ്പാടായിട്ട് പോവാം. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചാൽ കാണാൻ പറ്റുന്നുണ്ട്. ക്യാമറ ആംഗിളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. നമ്മുടെ ലാപ്ടോപ്പ് ഇതിലാണ് എല്ലാം തുടങ്ങിയത്. ഈ എൻ്റെ മുന്നത്തെ സെറ്റപ്പിൻ്റെ ഒരു ഫോട്ടോ ഞാൻ വേണമെങ്കിൽ ഇവിടെ വെച്ചേക്കാം. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. അസ്യൂസ് ടഫ് A70 ആണ്. 16 GB റാം ആക്കി. ചെറിയൊരു കാർഡുണ്ട്, 6050. അതെ, GTX 6050, അത് തന്നെ. അപ്പോൾ ഇവനെ ആദ്യം നമുക്ക് ഇവിടുന്ന് മാറണം. എന്നാലേ നമ്മുടെ പി സി നമുക്ക് മര്യാദക്ക് പാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലെറ്റ്സ് ഗോ ഗയ്സ്. സ്റ്റോറേജ് നിറഞ്ഞ് ഈ വീഡിയോ പോകുമെന്ന് എനിക്കറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് എടുക്കാൻ നോക്ക്. പിന്നെ ഈ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ മാറ്റാം. ഇതിൻ്റെ കൂടുതൽ ഈ ഗിഫ്റ്റ് ആരൊക്കെ തന്നു, എന്തൊക്കെയാണ് വേറെ എൻ്റെ അടുത്തുള്ളത്, സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പിന്നൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഞാൻ ആദ്യം ഈ സാധനങ്ങളൊക്കെ ഒന്ന് പിറക്കി മാറ്റട്ടെ. ഇത്രയും മാറ്റിയാൽ മതിയാവും. നമുക്കിനി പി സി എടുക്കുമല്ലോ അവിടുന്ന്. അപ്പോൾ നമുക്ക് ഇവന്മാരുടെ വയറ് ഡിസ്കണക്ട് ചെയ്ത് തുടങ്ങാം. നേരത്തെ ഞാനിപ്പോൾ എടുത്ത വീഡിയോ ചെക്ക് ചെയ്ത് നോക്കി, അതിൽ എൻ്റെ ഫേസ് കിട്ടുന്നില്ല. ആംഗിളൊക്കെ കുറേ പാടാണ്. ചെറിയ മുറിയിൽ എന്ത് കാണിക്കാനാണ്. അതുമാത്രമല്ല, ഈ ഒരു പാർട്ടീഷൻ ചെയ്ത് കഴിയുമ്പം ഇനിയും മുറി കൺജസ്റ്റഡ് ആവും. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എനിവേ വയറൊക്കെ വലിച്ചു കൊടുത്തിട്ട് നമുക്ക് വേഗം സ്ഥലം വിടാം. അവിടെ കുനിഞ്ഞിന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. നിങ്ങളത് കേട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായത് പറഞ്ഞതിന് ശേഷമാണ്. ഞാൻ പോട്ട് പോലി. ഇനി ഇവൻ്റെ പെട്ടി ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഈ ഒരു പെട്ടിക്കകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുള്ള് ഐറ്റം തന്നെ നമ്മൾ വാങ്ങിച്ച ഫുൾ ഐറ്റത്തിൻ്റെ ബോക്സസ് ആണ്. അതായത് സിസ്റ്റം ബിൽഡ് ചെയ്ത ഓരോ ഐറ്റത്തിൻ്റെ ഗ്രാഫിക്സ് കാർഡ്, പ്രൊസസ്സർ, അതുപോലെ ഗിഫ്റ്റ് കിട്ടിയ ഐറ്റം, ഹെഡ്സെറ്റ്, കീബോർഡ്, എല്ലാം അതിൻ്റെ പെട്ടി ഇതിൻ്റെ അകത്തുണ്ട്. ഇവന്മാരെയൊക്കെ പുറത്തിട്ടിട്ട് വേണം നമുക്ക് നമ്മുടെ പി സിനെ ഇതിൻ്റെ അകത്തോട്ട് കയറ്റാൻ. അപ്പോൾ ഈ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ വിടാം. താമസിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3:30 പോകേണ്ട, 2:30 പോകേണ്ട നമ്മളാണ്. 3 മണി കഴിഞ്ഞ്. അവനോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തെറി പറയും. ഇനി എന്തായാലും സാധനമൊക്കെ അവിടെ പാക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് വണ്ടി കയറി നേരെ നമുക്ക് പോവാം. TV കാണുന്ന പാപ്പി. പോയതും ചെന്നതും ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാര്യം ഞാൻ ശരിക്കും ഒരു ഇൻട്രോവേർട്ടാണ്. അതുകൊണ്ടായിരിക്കണം. ഞാൻ അവിടെ ചെന്ന് കുറച്ച് ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇതിൽ ചുമ്മാ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇത് ഈ നാണം കൊടുക്കലൊക്കെ നമുക്ക് പയ്യെ മാറ്റണം. മൈക്ക്
എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതനുസരിച്ച് നമുക്ക് മൈക്കിൻ്റെ ഒരു വീഡിയോ പ്രത്യേകം ചെയ്യണം. എന്തൊക്കെയോ സെറ്റിങ്സ് ഒക്കെ മാറി കിടക്കുമെന്ന് തോന്നുന്നു. എനിവേ നമുക്ക് നോക്കാം. ഇന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങിയ ഓട്ടം ആയതുകൊണ്ട് ഞാൻ ഭയങ്കര ടയേർഡാണ്. നേരെ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പം ഫസ്റ്റ് വ്ളോഗായിരുന്നു. നിങ്ങളുടെ കമൻസ് മുഖ്യം. എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ഒരു വ്ളോഗുമായിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്. ദിസ് ഈസ് ഹംബിൾ ഗെയിമിംഗ് OP. ബൈ ബൈ.